മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ സുന്ദരീ സുന്ദരന്മാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അക്ഷരങ്ങളും പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത അക്ഷരം ഏതാ? ഓ എന്നുള്ള അക്ഷരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്ന പദം ഏതാ? ഓണം. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാവാണ് മഹാബലി. മഹാബലി നമ്മളെയൊക്കെ കാണാൻ വരുന്ന ദിവസമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. എന്നാ കാണാൻ വരിക? ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് മഹാബലി നമ്മളെയൊക്കെ കാണാനായിട്ട് വരുന്നത്. ഓണത്തിന് എന്തൊക്കെ ഉണ്ടാകും? ഓണത്തിന് ഓണക്കോടി. ഓണക്കോടി എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ വസ്ത്രങ്ങൾ എല്ലാവർക്കും എടുക്കാറുണ്ടല്ലോ. പിന്നെയോ ഓണത്തിന് പൂക്കളിടും. ഓണസദ്യ ഉണ്ട്. ഓണപ്പാട്ടുകൾ. ഓണസദ്യക്ക് എന്തൊക്കെ ഉണ്ടാവുക? പലതരം കറികൾ ഉണ്ടാവും. പായസം, പപ്പടം ഇതൊക്കെ ഉണ്ടാവില്ലേ? ഓണസദ്യ ഗംഭീരമായിട്ട് നമ്മള് ആഘോഷിക്കാറുണ്ട്. ഓണം വരാറായി. ഇതിൽ നമ്മളൊരു വാക്ക് പഠിച്ചു. ഏതാ വാക്ക്? ഓണം. നമ്മുടെ ദേശീയോത്സവമാണ് ഓണം. ഇനി നമുക്ക് പാഠഭാഗത്തിലുള്ള മറ്റു പദങ്ങൾ പഠിക്കാം. പാഠം 15. ഓല. തെങ്ങിൽ നിന്ന് ഓലയും തേങ്ങയും കിട്ടുന്നു. തെങ്ങിൽ നിന്ന് തേങ്ങയും ഓലയും കിട്ടുന്നു. ഈ കാണുന്നതാണ് തെങ്ങ്. കണ്ടല്ലോ? തെങ്ങിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുക? തേങ്ങ കിട്ടും, ഓല കിട്ടും. ഈ തേങ്ങയും ഓലയും നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഈ ക്ലാസ് കഴിയുമ്പോ അമ്മയോട് ചോദിക്കണം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. തേങ്ങയും ഓലയും അമ്മയോട് കാണിച്ചു തരാൻ പറയണം. ഓണം, ഓല, ഓടി. ഓണം, ഓല, ഓടി ആണ്. വായിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ചോറ്, ചോറ്, ചോറ്. കോടി, കോടി. മോര്, മോര്. തോരൻ, തോരൻ. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓണത്തെ പറ്റിയുള്ള ഒരു കവിത പഠിച്ചാലോ? ഒപ്പം ചൊല്ലണം. ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണക്കോടിയുടുക്കേണ്ടേ, ഓണപ്പാട്ടുകൾ പാടേണ്ടേ, ഓണസദ്യയൊരുക്കേണ്ടേ. ഓണത്തപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാബലി. മഹാബലിയുടെ വരവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പറയുന്നത്? ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണക്കോടിയുടുക്കും, ഓണപ്പാട്ടുകൾ പാടും, ഓണസദ്യ ഒരുക്കും. ഇനി ഓ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓ എന്നുള്ള അക്ഷരം ഇതുപോലെ ചുരുട്ടി എഴുതുക. ദീർഘാക്ഷരം കൂടി ഇടണം. അപ്പൊ നമ്മൾ എന്താ വായിക്കുക? ഓയുടെ ചിഹ്നം ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇതുപോലെ ചിഹ്നിടും, പിന്നെ ഒരു ദീർഘാക്ഷരം കൂടി ഇടും. ഇതാണ് ഓ എന്നതിന്റെ ചിഹ്നം. ഓ വെച്ചുള്ള പദങ്ങൾ നമുക്ക് എഴുതാം. ഓല, ഓല. ഓണം, ഓണം. ഓല, ഓണം. ഓയ വെച്ചിട്ടുള്ള ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള പദങ്ങൾ എഴുതിയാലോ? ചോറ്, ചോറ്. കോടി, കോടി. ചോറ്, കോടി.
ഓ എന്നുള്ള അക്ഷരവും പദങ്ങളും നിങ്ങൾ എഴുതാനും വായിക്കുവാനും പഠിച്ചല്ലോ. ഓ വെച്ചിട്ടുള്ള 3 പദങ്ങളൊന്ന് പറയണം. ഒന്ന് പറയാമോ? ഓണം, ഓല, ഓടി. എല്ലാവർക്കും ഈ വാക്കുകൾ പറയാൻ കിട്ടുന്നുണ്ടല്ലോ. എഴുതുവാനും പറയാനും പഠിക്കണം കേട്ടോ. ഇനി പാഠഭാഗത്തോടനുബന്ധിച്ചിടുന്ന യൂട്യൂബ് വീഡിയോ കാണണം. താഴെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. ഇനി മറ്റൊരക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.